നജ്ജയുടെ ഫായിൽ എന്തിനു ചോദിച്ചതെന്ന് ആൾക്കാർക്ക് അറിയുമോ? അറിയുന്നെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ടെക്സ്റ്റ് അടിക്കണം. ഫലമ്മ നജ്ജാഹും, ഞാൻ അതിന്റെ ഫായിൽ ചോദിച്ചു, എന്തിനാണ് ചോദിച്ചതെന്ന് ആൾക്കാർക്ക് അറിയുമോ? ഒന്ന് SSS അറിയുന്നുണ്ടെങ്കിൽ ഇല്ല നോ അടിക്കാം. പിന്നെ കേൾവിക്കാരൻ ഉസ്താദ് ഇന്നലെ അൽഹംദുലില്ലാ മാന പറഞ്ഞു. ഫൈദ റക്കിബു ഫിൽ നജ്ജയുടെ ഫായിലും കേൾവിക്കാരൻ ഉസ്താദ് ഇന്നലെ പറഞ്ഞു. വരുന്നുണ്ട്. പയ്യോളി ഉസ്താദ് തഫ്സീർ അർത്ഥം ദുര്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡാക്കിയിട്ടുണ്ട് മൊബൈലില്. അപ്പൊ അതെന്തോന്ന് ഇൻഷാല്ലാ പറയാം. അപ്പൊ കേൾവിക്കാരൻ ഉസ്താദ് ഇന്നലെ അർത്ഥം പറഞ്ഞു, നജ്ജയുടെ ഫായിലും പറഞ്ഞു അല്ലാഹു ആണ് എന്ന് പറഞ്ഞു. ഫൈദ റക്കിബു ഫിൽ അല്ല ഇപ്പോഴും ഡോട്ട് തന്നെ എന്താണെന്നറിയോ? നിങ്ങള് ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു, പയ്യോളി ഉസ്താദ് പിന്നെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് ആദ്യം വെക്കുക. കാരണം നിങ്ങൾ ഈ പറഞ്ഞതും കേട്ട് പോണ ആൾക്കാരുണ്ടാവുന്നേ, ഈ പറയുന്നത് കേട്ടിട്ട് പോണ ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു കളവ് നിങ്ങൾ പറയുമ്പോൾ അത് കളവല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആ റെക്കോർഡ് ആദ്യം വെക്കുക. നമുക്കൊന്ന് കേൾക്കണം. അങ്ങനെ പയ്യോളി ഉസ്താദിനെ അങ്ങനെ അറിയാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യോളി ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ, പയ്യോളി ഉസ്താദിനെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഷാ അല്ലാ അതിൽ പറയാൻ പറ്റിയ പിന്നെ ഉസ്താദന്മാർ താഴെ ഉണ്ട്, അവരാരെങ്കിലും ഒക്കെ ആയിട്ട് പറയും. ഏതായാലും ഇങ്ങോട്ട് പറയാന് ഈ ക്ലാസ് റൂമിലെ ഏറ്റവും പുതിയ ഐഡിയ ആയിട്ടുള്ള സുന്നികള്, തീരെ പഠിക്കാത്ത സുന്നികൾ മാത്രം മതിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ആ ഭക്ഷണം സാധാരണ പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ഏത് ആളുകളും മുസ്ലിം ആണെങ്കിൽ അവർക്ക് നിങ്ങളെ സംസാരത്തിനൊക്കെ മറുപടി പറയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഖുർആന്റെ അർത്ഥം പറയാൻ കിട്ടുന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങളെ ഈ തെറ്റായ ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് അവർ ശരിയായ മറുപടി പറയാൻ പറ്റിയ സുന്നികൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഉസ്താദുമാരൊക്കെ അവർക്ക് പിന്നെ അവരുടെ ആവശ്യം ഉണ്ടാകുമ്പോൾ പിന്നെ അവർ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പലരും പഠിപ്പിക്കുന്ന ആളാണെന്നൊക്കെ തോന്നുന്നത്. ആയിക്കോട്ടെ, പഠിപ്പിക്കണേ പഠിപ്പിച്ചോളെ, നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാ നല്ലത് പഠിക്കാനായിട്ടാണ്. നമ്മളൊക്കെ മുത്താലിമീങ്ങളാണ്, മുത്താലിമകളാകാൻ ആഗ്രഹിക്കുന്നവരാണ്, പഠിക്കുന്നവരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പഠിച്ചു കഴിഞ്ഞുള്ള പിന്നെ ധാരണയുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും മുസ്ലിമാണ് ഞങ്ങളൊക്കെ. മുസ്ലിം ഇനി ആകാൻ പോകുന്ന ആൾക്കാരല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ആ ഇസ്ലാമിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം എന്ന ആ ആശയത്തിന് എതിരായിട്ടുള്ള ഏത് വർത്താനം പറഞ്ഞാലും അത് മുസ്ലിം ആയിട്ടുള്ള ഏതൊരാൾക്കാരും ഇവിടെ ഉണ്ട്, അതിന് മറുപടി പറയാൻ പറ്റുവരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, പയ്യോളി ഉസ്താദ് ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞു, ആ ദുർവ്യാഖ്യാനം ചെയ്ത കേസറ്റ് ഉണ്ട് വെക്കുക കേട്ടോ. ആ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് പറഞ്ഞ കേസറ്റ് നിങ്ങൾ ആദ്യം വെക്കുക, അതിന്റെ ശേഷം പിന്നെ വർത്തമാനം പറയാം. അത് നോക്കി റെഡിയാക്കി എടുത്തോളൂ. നിങ്ങൾക്ക് അതിന് സമയം വേണമെങ്കിൽ സമയം തരാം. റെക്കോർഡ് പറഞ്ഞത് പിന്നെ റെക്കോർഡ് ഇട്ടത് എടുക്കാൻ സമയം വേണമെങ്കിൽ ആ സമയം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമയം വേണമെങ്കിൽ സമയം പറയാം. അത് പറഞ്ഞതിന്റെ ശേഷമേ നിങ്ങൾക്ക് നിന്നുണ്ടാവുള്ളൂ മറ്റു വിഷയങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഉസ്താദ്മാരെ പറ്റി കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉസ്താദ് ഇന്ന അർത്ഥം പറഞ്ഞു നിങ്ങൾക്ക് പറയാലോ, മറിച്ച് ഒരു ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആരോപണമാണ്. അപ്പൊ അത് പലരെ പറ്റി നിങ്ങൾ പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് പലപ്പോഴും പിടിക്കപ്പെടാൻ പറ്റൂല. അത് ആളുടെ മുന്നിൽ വെച്ച് കളവ് പറയുമ്പോൾ പിന്നെ അത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, അങ്ങനെ വിട്ടുതരാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളത് കേൾപ്പിക്കണം എന്ന് പറഞ്ഞ് തൽക്കാലം മൈക്കൂടുന്നു. പിന്നെ അതിനിടക്ക് സിന സ്വാലിഹി എന്ന് പറഞ്ഞ ഉസ്താദ് മാഷാ അല്ലാ പിന്നെ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ വരികയും നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ സംഘടന പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന എന്ന് പറയുമ്പോൾ ഇതിനെ കാർന്നു തിന്നുന്ന ബിദ്അകളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടന അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന സംഘടന. ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര വിഷയങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചു. അല്ലാഹു തആല ഉസ്താദിന്റെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞങ്ങൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ എന്റെ റൂമിൽ വരുന്ന ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ
പലരും ആ സംസാരങ്ങൾ കേട്ടവരും അത് റെക്കോർഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ട് എന്നൊക്കെ പലരും ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ ഉപകാരപ്രദമായ കുറെ അറിവുകൾ, പഴയ അറിവുകളൊക്കെ പിന്നെ ചരിത്രപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉസ്താദ് പറയലുണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്ത് മുറുകാശ് നൽകട്ടെ. ഇപ്പോ ഈ ചർച്ചയുടെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഇപ്പോ പിന്നെ തയ്യൽ ഉസ്താദോ അല്ലെങ്കിൽ സലഫു സാലിഹ് എന്ന് മറ്റേ നമ്മുടെ സിനാൻ ഉസ്താദോ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ മൈക്കിലേക്ക് വരിക. ഈ സമയം ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഷാ റൈസാൻ്റെ ചെയ്തോളൂ. ഷാ ആ റെക്കോർഡ് ഇട്ടോളൂ കേട്ടോ. ആ റെക്കോർഡ് ഇട്ടോളൂ. എന്താണ് ദുർവ്യാഖ്യാനം നടത്തിയത് ആ റെക്കോർഡ് ഇടാൻ വേണ്ടി ഷാക്ക് വേണ്ടി മൈക്ക് കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. അല്ല, പയ്യോലി ഉസ്താദ് റെക്കോർഡ് ഇട്ടു എന്ന് പറയുന്ന റെക്കോർഡ് ഉണ്ട് കയ്യിൽ. ഇൻഷാല്ല ഇടും. 2 മിനിറ്റ് സബറാക്ക്, ഇടും ഇൻഷാല്ല. അതിനു മുമ്പ് കുറെ പുതിയ ആൾക്കാരുണ്ടാവും, ഓർക്ക് വിഷയം എന്തെന്ന് അറിയില്ല. നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ബാക്കി വിഷയം അറിയാനാണ് സുഹൃത്തെ ഇടാൻ വേണ്ടി പറഞ്ഞതേ. വിഷയം അറിയാൻ വേണ്ടിയിട്ടാണ് ഇടാൻ വേണ്ടി പറഞ്ഞത്. വിഷയം അറിയണ്ടെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ആ കളവ് പറഞ്ഞ ദുർവ്യാഖ്യാനം ചെയ്തത് അവരും കൂടി അറിയട്ടെ, അതിനല്ലേ ഇടാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് ചെയ്തോളൂ. എടുത്ത് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടിയാൽ ഉടനെ റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഇല്ലേ? എങ്കിൽ സംസാരിച്ച് നേരെ റെക്കോർഡിലേക്ക് പോയിക്കോളൂ. വേറെ വർത്താനം അവിടെ ഇല്ല. നേരെ റെക്കോർഡിലേക്ക് പോവുക. എന്താ പയ്യോളി പറഞ്ഞ ദുർവ്യാഖ്യാനം? മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. ഇടാം ഉസ്താദെ, കുറച്ച് സബറാക്ക്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവോട് അപ്പൊ റെക്കോർഡ് ഇടൂല. നിങ്ങളെ വർത്താനല്ല വേണ്ട, എന്റെ വർത്താനം വരട്ടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കയ്യിൽ നിന്ന് മൈക്ക് പോയിട്ടുണ്ട്. പിന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. ഷാനോട് പറഞ്ഞത് റെക്കോർഡ് ഇടാനാണ്. റെക്കോർഡ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അതിൽ ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന്. കാരണം നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് കളവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉസ്താദിനെ അത് സമ്മതിച്ചാൽ തന്നെ ഞങ്ങൾ ആരും സമ്മതിക്കൂല. അത് സാറില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഈ ക്ലാസ് റൂമിലുള്ള മറ്റൊരാളും അത് സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ആ റെക്കോർഡ് ഇടുക, ഞങ്ങളെല്ലാവരും കേൾക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് കളവാണ് എന്നുള്ളത്. കളവാണെങ്കിൽ അത് പറഞ്ഞോളൂ. അപ്പൊ നിങ്ങളോട് ആവർത്തിച്ച് പല പ്രാവശ്യം പറയണം, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ മൈക്കിലേക്ക് വരിക, റെക്കോർഡ് ഇടുക. റെക്കോർഡ് റെഡിയായെങ്കിൽ പിന്നെ കൈ ഉയർത്തി മൈക്കിലേക്ക് വരിക, അല്ലെങ്കിൽ സമയം ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ. റെക്കോർഡ് റെഡിയാക്കിയിട്ട് വന്ന് ആദ്യം റെക്കോർഡ് മൈക്ക് കിട്ടും. പിന്നെ റെക്കോർഡ് റെഡി ആണെങ്കിൽ മൈക്കിലേക്ക് വന്നോളൂ. അതല്ലെങ്കിൽ സിനാസ്ത മൈക്ക് എടുത്തിട്ട് ഈ സംബന്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം എന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലെങ്കിൽ തയ്യലുസ്താ മൈക്കിലേക്ക് വരണം എന്ന് പറഞ്ഞ് മൈക്ക് വിടുന്നു. റെക്കോർഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം മൈക്ക് എടുത്താൽ മതി. റെക്കോർഡ് ഇട്ടതിന്റെ ശേഷമേ മറ്റ് സംസാരം അനുവദിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് കളവ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും എന്താവില്ല. പല കളവും നിങ്ങൾ പറയുന്നുണ്ട്. അത് ഒക്കെ എല്ലാം നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെയുള്ളൊരു സ്ഥാനം കുറിച്ച് കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് എന്താക്കണം, നിങ്ങൾ കളവല്ലെങ്കിൽ അത് തെളിയിക്കുക. അത് നിങ്ങളുടെ ബാധ്യതയാണ്, ധാർമ്മിക ബാധ്യതയാണ്. അതുകൊണ്ട് ആദ്യം അതിന് വേണ്ടിയിട്ട് മൈക്ക് വിടുന്നു. പിന്നെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാർ മൈക്കിലേക്ക് വരാ, മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ആരാണ് സിനാവസ്ഥനെ ഡോട്ട് ഇട്ടത്? ആ ഡോട്ട് അറിയാതെ വന്നതായിരിക്കും ഉസ്താദ്. സിനാവസ്ഥ മൈക്കിലേക്ക് വന്നോളൂ.
പിന്നെ അല്ലേ ഡോട്ട് അറിയാതെ വന്നായിരിക്കും അല്ലേ? സിനോൻ സ്ഥാനം ആരാണ് ഡോട്ട് ഇട്ടത്? ഡോട്ട് അറിയാതെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ചർച്ചയുടെ സമയമാണ്. അപ്പൊ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം സിനാൻ ഉസ്താദ് മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയമായിട്ട് ഇപ്പോ ഇയാൾ കുറെ കളവ് പറഞ്ഞിരുന്നു നമ്മളെ പയ്യോൾ ഉസ്താദിനെ കുറിച്ച്. ഉസ്താദ് ആയത്തോതിയിട്ട് ഖുർആനായത്തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഇപ്പോ തെളിയിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ട്. ഏത് വിഷയമാണ് ആ പറഞ്ഞതെന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ മൈക്ക് കൊടുക്കുന്നത്. അത് സംബന്ധമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. പിന്നെ അതിനു വേണ്ടിയിട്ട് മൈക്ക് കൊടുന്നു. ഇതാ ചുഴലിൽ ഉസ്താദ് വന്നിട്ടുണ്ട്. ക്ലാസ് റൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിന്മാരിൽപ്പെട്ട ആളുകളാണ്. ഉസ്താദിന് വേണ്ടി മൈക്ക് വിട്ടു. അതിന്റെ ശേഷം ഷാ റെഡി ആണെങ്കിൽ അതിന്റെ ശേഷം മൈക്ക് എടുത്ത് പിന്നെ റെക്കോർഡ് ഇടുക എന്ന് പറഞ്ഞ് മൈക്ക് ഇടുന്നു. സിനാൻ ഉസ്താദും മൈക്കിലേക്ക് വരുന്നുണ്ട്. ആദ്യം ബാക്കി ഉസ്താദ് മൈക്ക് എടുത്തിട്ട് സിനാൻ ഉസ്താദ് മൈക്കിലേക്ക് വരണം. മൈക്ക് വിട്ടു. സിനാൻ ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിനെ അറിയാത്ത അഡ്മിൻ ആയിരിക്കും. അത് അറിയാതെ ഡോട്ട് വീണതല്ല. സിനാൻ ഉസ്താദ് ഒരു മിനിറ്റ്, പിന്നെ ആ സുഹൃത്ത് റെക്കോർഡ് പ്ലേ ചെയ്യിപ്പിക്കട്ടെ. ഉസ്താദ് അതിന് ശേഷം വന്നാൽ മതി. എനിക്കും സിനാൻ ഉസ്താദ് ആരാന്ന് അറിയില്ല കേട്ടോ, ഉസ്താദാന്നറിയും. ഏതായാലും അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ ഇടയിൽ ആ റെക്കോർഡ് പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അവസരം കൊടുത്തപ്പോൾ ആരോ മൈക്കിൽ വന്നതാണെന്ന് കരുതിയിട്ട് ഡോട്ട് ചെയ്തതാണ്. TC ഉസ്താദാണെന്ന് പറയുന്നുണ്ട്. ഉസ്താദ് ഇപ്പം തൽക്കാലം മൈക്കിൽ വരില്ല. ആ ഷാ മാംഗ്ലൂർ എന്താക്കട്ടെ പിന്നെ മൈക്കിൽ വരട്ടെ ഇൻഷാല്ലാ. അതിനുശേഷം നമ്മൾ TC ഉസ്താദിന് മൈക്കിലേക്ക് വരാം ഇൻഷാല്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പൊ റെക്കോർഡ് ഇട്ടത് റെഡിയാണ്. റെക്കോർഡ് റെഡിയാണ്. റെക്കോർഡ് ഇട്ടതിന്റെ ശേഷം 3 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് സമയം തരണം. കാരണം നിങ്ങൾ ദുരാക്കി നിങ്ങൾ അതിനെ എന്താക്കും, തിരുമറി നടത്തും. കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞതൊക്കെ ഇൻഷാല്ലാ ഉണ്ട്. അപ്പൊ പയ്യോളി ഉസ്താദ് പറഞ്ഞത് ഇപ്പൊ റെക്കോർഡായിട്ട് വരുന്നുണ്ട്, കേട്ടോളി. ഇതാ അപ്പോ വിഷയം മനസ്സിലാവില്ല നമുക്ക്. കേൾക്കുന്നുണ്ടല്ലോ? ശരി. ഏതായാലും അതിലേക്ക് അതിന്റെ ഫായിൽ ആരാണ്? എന്റെ നാട്ടില് നിങ്ങൾ കേൾക്കണം. എന്റെ തൊട്ടടുത്തുള്ള ഒരു രാമേട്ടനുണ്ട്. രാമേട്ടൻ ശ്രീകൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം എന്തോ ആവട്ടെ, മൂപ്പര് രക്ഷപ്പെട്ടു. രക്ഷിച്ചതാരാന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാ പറയാ? അല്ല, പിന്നെ ആരാണ്? നമ്മളെപ്പോഴും പറയും ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചാലും രക്ഷിക്കുന്ന അല്ല തന്നെ, അള്ളാഹ്ക്ക് ഇങ്ങനെ രക്ഷിക്കാനാകുള്ളൂ. മനസ്സിലായി? ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചാലും ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ചാലും ബുദ്ധനെയോ ഇനി വേറെവനെയോ ആരെ വിളിച്ചാലും സൂര്യ ഭഗവാനെ ആയാലും വേണ്ടില്ല. ഇതാണോ ഞാൻ പറഞ്ഞ ദുർവ്യാഖ്യാനം? ശ്രീകൃഷ്ണനെ ഭഗവാനെ വിളിച്ചാലും വേണ്ടില്ല, ഇനി അതേപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെ വിളിച്ചാലും വേണ്ടില്ല, ബുദ്ധനെ വിളിച്ചാലും വേണ്ടില്ല, രക്ഷിക്കുന്നത് അല്ലാഹു തആലയാണ് എന്ന് പറഞ്ഞതാണോ ഞാൻ പറഞ്ഞ ദുർവ്യാഖ്യാനം? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണനാണെന്ന്? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇല്ല, അത് തന്നെയാണ് അതിന്റെ പോയിന്റ്. അതിന്റെ അപ്പുറത്തേക്കില്ല. ഞാൻ